ആലപ്പുഴ കലവൂരിൽ വയോധികയെ കൊന്നു കുഴിച്ചുമൂടി. മൃതദേഹം കൊച്ചി കടവന്ത്ര സ്വദേശിനി സുഭദ്രയുടേതെന്ന് മക്കൾ തിരിച്ചറിഞ്ഞു. മൃതദേഹം കണ്ടെത്തിയ കോർത്തശ്ശേരിയിലെ വീട്ടിൽ താമസിച്ചിരുന്ന നിതിൻ മാത്യു, ഷർമിള എന്നിവർ ഒളിവിലാണ്. സുഭദ്രയും ഷർമിളയും എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ 24ന് ലഭിച്ചു. സുഭദ്ര എന്ന് സംശയിക്കുന്ന സ്ത്രീ നിതിൻ മാത്യുവിന്റെ വീട്ടിലെത്തിയിരുന്നതായി അയൽവാസി കുട്ടച്ചൻ പറഞ്ഞു. ഇവിടെ രണ്ട് മൂന്ന് വർഷമായി ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട്. ഇവരിടക്കിടക്കാണോ ഇവിടെ വന്നു പോകുന്നത്? ഇടക്ക് ഇവരുടെ വീട്ടിലൊക്കെ പോകും, ഇടക്ക് ഇവിടെയൊക്കെ അരിയഞ്ച് ഭക്ഷണം ഇവിടെയൊക്കെ ചെയ്യണം. സുഭദ്രയാണെന്ന് അറിയത്തില്ല, ഒരു ചേച്ചി ഇവർ കൂടി ഒരു സുഭദ്ര എന്നാണെന്ന് അറിയത്തില്ല, ആരാണ് പേരൊന്നും അറിയത്തില്ല. ജസ്റ്റ് അവരിങ്ങനെ ഞങ്ങൾ ഇവരുടെ പണി ചെയ്തപ്പോൾ ഇങ്ങനെ അവരുടെ കൂടി പിന്നെ വരുന്നത് കണ്ടായിരുന്നു. ഞാൻ സഹകരിക്കും, ഒന്നും കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ ആളോട്ട് തയ്ക്കുന്ന ആളുകളൊക്കെ നല്ല സ്വഭാവമായിരുന്നു. സ്വന്തം വീട് കാട്ടൂർ പള്ളിയോട് പറഞ്ഞു. ഇവര് ഇവനെ പോലീസ് അന്വേഷിക്കാൻ വന്നു കഴിഞ്ഞിട്ട് അവരെ കണ്ടിട്ട് പോലീസ് 2-3 ആഴ്ചക്ക് മുമ്പ് ഇവിടെ. ആലപ്പുഴയിൽ നിന്ന് മനീഷ് മഹിപാലും കടവന്ത്രയിൽ നിന്ന് ശ്യാംകുമാറും തത്സമയ വിവരങ്ങളുമായി. മനീഷ്, ഇപ്പോൾ ഈ സംഭവത്തിൽ പോലീസ് ഇതുവരെ പുറത്തുവിട്ടിട്ടുള്ള കാര്യങ്ങൾ, അത് ഔദ്യോഗികമായി എന്തൊക്കെ കാര്യങ്ങൾ അറിയിക്കുന്നുണ്ട്? മക്കൾ തിരിച്ചറിഞ്ഞു സുഭദ്രയുടേതാണ് മൃതദേഹമെന്ന്, പക്ഷേ ശാസ്ത്രീയ പരിശോധനകൾ ബാക്കിയുണ്ട്. ഈ സംഭവം എന്തായിരിക്കാമെന്നതാണ് പോലീസിന്റെ നിഗമനം? അനൂജ, ഒടുവിലായി നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് നേരത്തെ ഇവർ ഉടുപ്പിയിൽ സ്വർണം പണയം വെച്ചിരുന്നു എന്ന വിവരം നമുക്ക് ലഭിച്ചിരുന്നു. അത് സുഭദ്രയുടെന്ന് സംശയിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ പണയം വെച്ചിരുന്നു എന്ന വിവരം നമുക്ക് ലഭിച്ചിരുന്നു. ഇപ്പോൾ പുതിയ വിവരം, ആലപ്പുഴ നഗരത്തിലെ ഒരു സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ ഇവർ സ്വർണം പണയം വെക്കുകയോ വിൽക്കുകയോ ചെയ്തിട്ടുണ്ട് എന്ന വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് മാത്യൂസിൻ്റെ അക്കൗണ്ടിൽ ഗൂഗിൾ പേ വഴി 25,000 രൂപ എത്തിയതായും പോലീസ് ആലപ്പുഴയിലെ ജില്ലാ പോലീസ് മേധാവിയുടെ കീഴിൽ നടത്തുന്ന അന്വേഷണത്തിൽ നിന്നും മനസ്സിലായിട്ടുണ്ട്. അത്തരത്തിൽ പുതിയ വിവരങ്ങൾ പങ്കുവയ്ക്കാനുണ്ട്. ഒപ്പം തന്നെ ഈ പ്രതികളെ പിടികൂടുന്നതിനെ സംബന്ധിച്ച് പോലീസിന് ആശങ്ക നിലവിലില്ല എന്നാണ് നമുക്ക് പോലീസിൽ നിന്നും മനസ്സിലാകുന്നത്. കാരണം ഇവരുടെ ചിത്രങ്ങളടക്കം വാർത്താ മാധ്യമങ്ങളടക്കം നിലവിൽ വന്നതുകൊണ്ട് തന്നെ ഇവർക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണം സംസ്ഥാനത്ത് പുറത്തേക്ക് മാറ്റിയിട്ടുണ്ടെങ്കിൽ ഇവരെ എത്രയും വേഗം പോലീസിൻ്റെ പിടിയിലാകും എന്നാണ് പോലീസിൻ്റെ നിഗമനം. ആ രീതിയിൽ തന്നെയുള്ള അന്വേഷണം ഒരു ഘട്ടത്തിൽ പ്രതികൾക്ക് വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ പ്രതികളെന്ന് സംശയിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ പോലീസ് ഒരു വശത്ത് നടത്തുമ്പോൾ, ശാസ്ത്രീയമായ പരിശോധനകളാൽ ഇത് സുഭദ്രയുടെ മൃതദേഹമാണെന്നുള്ള ചില നടപടിക്രമങ്ങളാണ് ആലപ്പുഴയിൽ നടക്കുന്നത്. ആലപ്പുഴയിൽ ഇന്ന് ഉച്ചയോടുകൂടിയാണ് അതായത് കഴിഞ്ഞ മാസം 4-ാം തീയതി കാണാതായ സുഭദ്രയുടെ നിന്ന് സംശയിക്കുന്ന ഒരു മൃതദേഹം ആലപ്പുഴയിൽ കാട്ടൂർ കോർത്തശ്ശേരിയിൽ നിന്നും ഒരു വാടക വീട്ടുവളപ്പിലെ ശുചിമുറിയോട് ചേർന്ന കുഴിയിൽ നിന്നും 3 അടി താഴ്ച കുഴിച്ചപ്പോൾ നിന്നും ലഭിച്ചത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതിൽ നിന്നും ആദ്യഘട്ടത്തിൽ തന്നെ പോലീസ് മനസ്സിലാക്കിയത്, ഈ സുഭദ്രയെ കാണാതാകുന്ന സമയത്ത് അവരുടെ ശരീരത്ത് സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷേ പിന്നീട് മൃതദേഹത്തിൽ അതില്ല. അതുകൊണ്ട് തന്നെ ഇത് കൊലപാതകമാണോ എന്ന സംശയം പോലീസിന് ഉയർന്നു. ഈ കേസിൽ പ്രതികളെന്ന് സംശയിക്കുന്ന ഈ വാടക വീട്ടിൽ താമസിച്ച് വന്ന മാത്യൂസിൻ്റെ ഭാര്യ ഷർമിളയെ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും ദുരൂഹമാണ്. ഷർമിള കർണാടക സ്വദേശിയാണ്. ഒപ്പം തന്നെ ഈ ആലപ്പുഴയിൽ വന്ന് താമസിക്കാൻ തുടങ്ങിയിട്ട് 2 വർഷങ്ങൾ മാത്രമേ ആയുള്ളൂ. ഒപ്പം തന്നെ ഈ മാത്യൂസ് പക്ഷേ ഈ കൊലപാതകം നടന്നു എന്ന് സംശയിക്കപ്പെടുന്ന വാടക വീടിൻ്റെ സമീപത്തുള്ള സ്ഥലത്ത് തന്നെ താമസിക്കുന്ന ഒരു മത്സ്യത്തൊഴിലാളിയാണ്. അയാൾക്ക് മറ്റ് ക്രിമിനൽ പശ്ചാത്തലമൊന്നുമില്ല. പക്ഷേ ഈ ഷർമിളയെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ ദുരൂഹമായതുകൊണ്ട് തന്നെ കേസിലെ പല ദുരൂഹതകൾക്കും പോലീസിന് ചുരുളഴിക്കണമെങ്കിൽ പ്രതികളെന്ന് സംശയിക്കുന്ന 2 പേരെയും കസ്റ്റഡിയിൽ പോലീസിന് ലഭിക്കണം. അതിനുവേണ്ടിയുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. നിലവിൽ ഇൻക്വസ്റ്റ് നടപടികൾ 1 മണിക്കൂറോളം നീണ്ടു. അതിനുശേഷം എറണാകുളത്ത് നിന്നും 2 മക്കളും എത്തി മൃതദേഹം സുഭദ്രയുടെ നിന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പക്ഷേ ശാസ്ത്രീയമായ പരിശോധനകൾ നടത്തുന്നതിന് വേണ്ടി ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് DNA പരിശോധന അടക്കം നടത്തുന്നുണ്ട്. പോസ്റ്റ്മോർട്ടം നടപടികൾ ഉടൻ തന്നെ നടക്കും. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലായിരിക്കും നടക്കുക. അങ്ങനെ അതിലുള്ള പരിശോധന ഒരു വശത്തും, മറുവശത്ത് പോലീസിൻ്റെ അന്വേഷണവുമാണ് ഇപ്പോൾ ഊർജിതമാകുന്നത്. കഴിഞ്ഞ മാസം 4-ാം തീയതി ഇവരെ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കടവന്ത്രയിൽ നിന്നും കൂട്ടിക്കൊണ്ടുവരുന്ന ദൃശ്യങ്ങൾ ലഭിച്ചിരുന്നു. ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ ഇവർ ഈ ഒരു കൊലപാതകം നടത്താൻ വേണ്ടി പദ്ധതി ഇട്ടോ എന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. കാരണം അവരെ വീട്ടിൽ നിന്നും കൂട്ടിക്കൊണ്ടുവന്നതായി പോലീസിന് തെളിവ് ലഭിച്ചു. ഇതിൽ അയൽവാസികളോട് ഷർമിളയുടെ ഭർത്താവും പറഞ്ഞിരുന്നത് ഇവർക്ക് പനിയാണ്, എറണാകുളത്തുള്ള ഒരു പരിചയക്കാരിയാണ്, അതുകൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുവന്നതാണ്. കൊണ്ടുവന്ന സമയത്ത് മറ്റ് 4 പേർ കൂടെ ഉണ്ടായിരുന്നു. ആ 4 പേർ മാത്യൂസിന്റെ ബന്ധുക്കളാണെന്നും പോലീസ് പറയുന്നുണ്ട്. എങ്കിൽ ആ 4 പേർ ആരൊക്കെയാണ്? അവരെ ചോദ്യം ചെയ്യുകയാണോ? അതിൽ ഒട്ടേറെ ദുരൂഹതകൾ ഇനിയും അത് പുറത്തു വരാനുണ്ട് എന്നുള്ളതാണ്.
ചേരുകയാണ്. ശ്യാം കുമാർ കൂടിയുണ്ട് കടവന്ത്രയിൽ നിന്ന് വിവരങ്ങളുമായി. ശ്യാം, ഇവർ താമസിച്ചിരുന്നത് കടവന്ത്രയിലാണ്. ഇവരെ കാണാതായത് ഏതാണ്ട് ഒരു മാസം മുൻപാണ്. ഇവർ ഒറ്റയ്ക്കായിരുന്നു താമസം. അയൽവാസികൾക്ക് ഇവരെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇതിൽ കാണാതായിട്ട് പോലീസിൽ പരാതിപ്പെടുകയോ എല്ലാം ചെയ്തിരുന്നോ? മറ്റ് വിവരങ്ങൾ എന്താണ്? ഇവർക്ക് പണമിടപാട് ഉണ്ടായിരുന്നു, പണം പലിശയ്ക്ക് കൊടുക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ എന്താണ് ഇവരെക്കുറിച്ച്, ഈ സംഭവത്തെക്കുറിച്ച് അയൽവാസികൾക്ക് പറയാനുള്ളത്? അനുജ, ഈ കാണാതായ സുഭദ്ര എന്ന 75 വയസ്സുകാരിയെ കുറിച്ച് അയൽവാസികൾക്ക് നല്ലത് മാത്രമാണ് പറയാനുള്ളത്. കാരണം അവരുമായിട്ടൊക്കെ വളരെ സഹകരിച്ച് ജീവിച്ചിരുന്ന ഒരു അയൽവാസിയാണ് സുഭദ്ര എന്നവർ പറയുന്നുണ്ട്. സുഭദ്രയ്ക്ക് സാമ്പത്തികമായി പണം പലിശയ്ക്ക് കൊടുക്കുന്ന ഒരു ജോലി ഉണ്ടായിരുന്നതായും അയൽവാസിയായ നാരായണൻ നമ്മളോട് തന്നെ നേരത്തെ പറഞ്ഞിരുന്നു. ഇതിൽ സുഭദ്രയെ കാണാതായതോടുകൂടി 4-ാം തീയതിയാണ് വിവരം പ്രദേശത്തെ ആശാപ്രവർത്തകയായ അശ്വതിയെ പ്രദേശവാസികൾ അറിയിക്കുന്നത്. അശ്വതിയാണ് വാർഡ് കൌൺസിലറെ വിവരം അറിയിക്കുന്നത്. തുടർന്ന് മകൻ 6-ാം തീയതി കടവന്ത്ര പോലീസിൽ പരാതി നൽകുകയായിരുന്നു. മാൻ മിസ്സിംഗിനാണ് പോലീസ് കേസെടുത്തിരുന്നത്. തുടർന്ന് CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസ് കേന്ദ്രീകരിക്കുകയും ഇവരുടെ മൊബൈൽ ഫോൺ പരിശോധിക്കുകയും ചെയ്തതോടുകൂടിയിട്ടാണ് ഇവർ ആലപ്പുഴ ഭാഗത്തേക്ക് നീങ്ങിയതായി വിവരം ലഭിക്കുകയും അവസാന ലൊക്കേഷൻ കണ്ടെത്തുകയും ചെയ്തത്. തുടർന്ന് ഈ വിവരം ആലപ്പുഴ DYSP അറിയിക്കുകയായിരുന്നു. മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ സംഭവം എന്നതിനാൽ കേസിന്റെ വിവരങ്ങൾ മണ്ണഞ്ചേരി പോലീസിൽ കൈമാറുകയും ചെയ്തു. കടവന്ത്ര പോലീസ് പ്രാഥമികമായി നടത്തിയ അന്വേഷണത്തിലാണ് ഇവരുടെ കൂടെ 2 പേർ ഉണ്ടായിരുന്നതായും അവർ പലപ്പോഴും ഇവരുടെ ഈ കടവന്ത്രയിലെ വീട്ടിലെത്തിയതായും കണ്ടെത്തിയത്. ഇതിലൊരാളാണ് ശർമ്മളയും അവരുടെ ഭർത്താവെന്ന് അവകാശപ്പെടുന്ന മാത്യൂസും. ഏതായാലും ഇവരെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം തുടങ്ങുമ്പോഴേക്കും ഇവർ ഉടുപ്പിയിലേക്ക് മുങ്ങുകയും ചെയ്തിരുന്നു. ഇതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് നേരത്തെ DYSP പറഞ്ഞ പോലെ വീടിന്റെ സമീപത്തു നിന്ന് സുഭദ്രയുടെ സംശയിക്കുന്ന മൃതദേഹം കണ്ടെത്തിയത്. അത് ഇപ്പോൾ മക്കൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഏതായാലും സുഭദ്രയുടെ വീട്ടിൽ മുൻപ് പലതവണ വന്ന ആളുകളാണ് ഈ 2 പേരും, ശർമ്മളയും നിതിൻ മാത്യൂസ് എന്ന് പറയുന്ന ആളുമെന്ന് പ്രദേശവാസികൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. സുഭദ്ര ഒറ്റയ്ക്കായിരുന്നു ഈ വീട്ടിൽ താമസിച്ചിരുന്നത്. 2 ആൺമക്കളും ഇടയ്ക്കിടയ്ക്ക് വന്ന അമ്മയുടെ കാര്യങ്ങൾ തിരക്കിയിട്ട് പോകാറുണ്ടായിരുന്നു. സുഭദ്ര ഒരു അമ്പലങ്ങളെയൊക്കെ കേന്ദ്രീകരിച്ച് ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ് എന്നുകൂടി ഇവർ പറഞ്ഞിരുന്നു. പലിശയ്ക്ക് പണം നൽകുന്നത് മാത്രമാണ് ഇവരുടെ ഒരു വരുമാന മാർഗം. ഭർത്താവ് മരിച്ച ശേഷം ലഭിച്ച ആനുകൂല്യങ്ങളും ഇവരുടെ ബാങ്കിലുണ്ട്. ഇവരുടെ ശരീരത്തിൽ ധരിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങൾ ഉൾപ്പെടെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതാണ് ഇപ്പോൾ ഈ അന്വേഷണത്തിൽ ഇപ്പോൾ നിർണായകമായ വിവരങ്ങൾ പോലീസിന് ലഭിച്ചിരിക്കുന്നത്. ഏതായാലും സുഭദ്രയെക്കുറിച്ച് പ്രദേശവാസികൾക്ക് മറ്റഭിപ്രായങ്ങളൊന്നുമില്ല. പക്ഷേ അവർ എന്തിന് ആലപ്പുഴയിലേക്ക് കൊണ്ടുപോയി എന്നതിൽ ഇനി അന്വേഷണം വരേണ്ടിയിരിക്കുന്നു. ശരി ശ്യാം, ഇപ്പോൾ ഇതിൽ പോലീസിന്റെ അന്വേഷണം ഏത് രീതിയിലാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്? ഈ 2 പേരും, അതായത് ശർമ്മളയും നിധിനും കേരളത്തിന് പുറത്തേക്ക് കടന്നിട്ടുണ്ട് എന്നതിൽ പോലീസ് സ്ഥിരീകരിച്ച് വിവരങ്ങൾ നൽകുന്നുണ്ടോ? അനുജ, തീർച്ചയായും ഈ 2 പേരുടെയും അവസാന ഫോൺ ലൊക്കേഷൻ പോലീസിന് കണ്ടെത്താൻ സാധിച്ചത് ഉടുപ്പിയിൽ നിന്നാണ്. അവിടെ ഈ ലൊക്കേഷൻ കണ്ടെത്തി പോലീസ് എത്തി നടത്തിയ അന്വേഷണത്തിലാണ് സുഭദ്രയുടെ കൈവശം ഉണ്ടായിരുന്ന വളകളിലൊന്ന് അവിടെ പണയം വെച്ച നിലയിൽ കണ്ടെത്തിയിരുന്നത്. മറ്റൊന്ന് നേരത്തെ മനീഷ് റിപ്പോർട്ട് ചെയ്ത പോലെ ആലപ്പുഴയിലെ ഒരു ജുവലറിയിൽ വിൽപ്പന നടത്തിയിരുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. അതിന്റെ പണം അക്കൗണ്ട് മുഖേന എത്തിയിട്ടുണ്ട്. ഈ വിവരങ്ങളൊക്കെ പോലീസ് ശാസ്ത്രീയമായി ശേഖരിച്ചിരുന്നു. ഇപ്പോൾ ഒരു പ്രത്യേക സംഘം തന്നെ പ്രതികൾക്ക് വേണ്ടി അന്വേഷണം നടത്തുന്നുണ്ട്. ഏകദേശം പ്രതികളിലേക്ക് എത്തുന്ന സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസിൽ നിന്ന് വ്യക്തമാക്കുന്നത്. നിലവിൽ കടവന്ത്ര പോലീസ് അന്വേഷിച്ചിരുന്ന കേസ് പൂർണ്ണമായും ആലപ്പുഴയിൽ ഈ സംഭവം നടന്നുവെന്ന് കരുതുന്ന ആലപ്പുഴ മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറിയിട്ടുണ്ട്. ആലപ്പുഴ SP-യുടെ പ്രത്യേക സംഘമാണ് ഇപ്പോൾ ഈ പ്രതികളെ കണ്ടെത്തുന്നതിന് വേണ്ടി അന്വേഷണം നടത്തുന്നതും കേരളത്തിന് പുറത്ത് പ്രതികൾക്ക് വേണ്ടി തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നതും. കയ്യെത്തും ദൂരത്തെ പ്രതികൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് പോലീസ് നൽകുന്ന വിവരം. ഏതായാലും പ്രതികളുടെ വിവരങ്ങളും ഫോട്ടോയും അടക്കം പുറത്തു വന്ന സ്ഥിതിക്ക് മനീഷ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രതികളിലേക്ക് അധികം ദൂരമില്ല എന്നുള്ള രീതിയിൽ തന്നെ വളരെ ശാസ്ത്രീയമായി തന്നെയാണ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇനി സുഭദ്രയെ എങ്ങനെ കൊലപ്പെടുത്തി, എന്ന് കൊലപ്പെടുത്തി, അതിനുശേഷം എങ്ങനെ മറവ് ചെയ്തു എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ പോലീസിന് കണ്ടെത്തേണ്ടതുണ്ട്. അതിന് പ്രതികളുടെ കസ്റ്റഡി, പ്രതികളെ അറസ്റ്റ് ചെയ്താൽ മാത്രമാകും ആ വിവരങ്ങൾ ലഭിക്കുക. ഏതായാലും മൃതദേഹം ഫോറൻസിക് പരിശോധനയ്ക്ക് വേണ്ടി, പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് നീക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. പോലീസ് സർജന്റെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം തന്നെയാകും പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്തുക എന്നും അത് പൂർണ്ണമായും ക്യാമറയിൽ ചിത്രീകരിക്കുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഏതായാലും അന്വേഷണ സംഘം വളരെ പ്രതീക്ഷയിൽ തന്നെയാണ്. പ്രതികൾ കയ്യെത്തും ദൂരത്ത് ഉണ്ട്, അവരുടെ കസ്റ്റഡി ഉടൻ ഉണ്ടാകുമെന്നുള്ള വിവരം പങ്കുവെക്കാനാകുമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. മനീഷ് മഹിപാൽ തുടരുന്നുണ്ട്. മനീഷ്, 4-ാം തീയതിയുടെ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ 24 പുറത്തുവിട്ടത്. 4-ാം തീയതിയാണ് ഇവരെ കാണാതായതും. ഇതേ ദിവസം തന്നെയാണോ നിതീഷിന്റെ വീട്ടിലേക്ക് സുഭദ്ര എത്തിയത് എന്ന് അയൽവാസി പറഞ്ഞു?
അനുജ, ഇത് സംബന്ധിച്ച് നമുക്ക് കിട്ടിയ വിവരം എങ്ങനെയാണ്? 4-ാം തീയതി എറണാകുളത്തെ സൗത്ത് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്നും കടവന്ത്രയിലെ വീടിന്റെ പരിസരത്ത് നിന്നും സുഭദ്രയെ കൂട്ടിക്കൊണ്ടുവരുന്ന ദൃശ്യങ്ങൾ ലഭിക്കുന്നു. പിന്നീട് 4-ാം തീയതിയോ 5-ാം തീയതി, ഇത് സംബന്ധിച്ച് വ്യക്തത വന്നിട്ടില്ല, 4-ാം തീയതിയോ 5-ാം തീയതിയോ ആലപ്പുഴയിലെ വീട്ടിൽ ഇവരെ എത്തിക്കുന്നു. ആ സമയത്ത് ഇവരെ കണ്ട ദൃക്സാക്ഷികളുണ്ട്. അന്ന് കൂടെ മാത്യൂസും ശർമിളയും മാത്രമല്ല, കൂടെ മറ്റു 4 പേരുണ്ടായിരുന്നു. അത് മാത്യൂസിന്റെ ബന്ധുക്കളെന്ന് പോലീസ് അറിയിക്കുന്നു. പിന്നീട് കുഴിയെടുത്തത് 7-ാം തീയതിയാണെന്നാണ് ഈ കുഴിയെടുത്ത ആൾ പോലീസിനോട് മൊഴി നൽകിയിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ കൊലപാതകം 7-ാം തീയതിക്ക് മുമ്പോ 7-ാം തീയതിയോ നടന്നിട്ടുണ്ടാകണം. 7-ാം തീയതി രാത്രി സമയത്ത് ആണ്, സന്ധ്യ സമയത്താണ് കുഴിയെടുത്തതെന്ന് അറിയിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ കൊലപാതകം നേരത്തെ തന്നെ നടന്നിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആ രീതിയിൽ 7-ാം തീയതി കുഴിച്ചും മൂടിയേക്കാം. പിന്നീട് 9-ാം തീയതിയാണ് ഇവർ വീട്ടിൽ നിന്നും തങ്ങളുടെ സാധനം. അതാണിപ്പോൾ ഏത് ദിവസമാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്, എന്തിനാണ് കൊലപാതകം നടന്നത് എന്നതിലൊക്കെ അവ്യക്തതയുണ്ട്. ഒക്കെയാണ് കൊലപാതകത്തിൽ പങ്കാളികൾ എന്നതിലും വ്യക്തത കൈവന്നിട്ടില്ല. ഏതായാലും പ്രതികളെന്ന് സംശയിക്കുന്നവരെക്കായുള്ള അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. അവർ കേരളത്തിന് പുറത്തേക്ക് കടന്നിരിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന നിഗമനത്തിൽ കൂടിയാണ് പോലീസിന്റെ അന്വേഷണം. ശ്യാമിലേക്ക് വീണ്ടും. ശ്യാം, ഇതിൽ ഈ ആഭരണം ഇവരുടെ ശരീരത്തിൽ ഇല്ല, അത് വിറ്റിട്ടുണ്ട് എന്നതിന്റെ കൂടുതൽ വിവരങ്ങൾ പോലീസ് പറയുന്നുണ്ടല്ലോ, അതെന്താണ്? അനുജ, പ്രദേശവാസികൾ നൽകിയ മൊഴിയിൽ നിന്നാണ് പോലീസ് അത്തരത്തിലൊരു ആദ്യ സംശയത്തിലേക്ക് എത്തിയിരുന്നത്. കാരണം ഈ സുഭദ്ര തന്നെ പ്രദേശവാസികളോട് നേരത്തെ സംസാരിക്കുമ്പോൾ അവരുടെ ശരീരത്ത് നിരവധി ആഭരണങ്ങളുണ്ട്, ഇതിങ്ങനെ ഇട്ടുകൊണ്ട് നടക്കുന്നത് അപകടമാണെന്ന് പറയുമ്പോൾ ഈ പ്രദേശവാസിയായ നാരായണനോടും തൊട്ടടുത്തുള്ള സമീപവാസികളോടും ഒക്കെ പറഞ്ഞിരുന്നത് അത് പൊട്ടിച്ചുകൊണ്ടുപോയാൽ കുഴപ്പമില്ല, അത് മാല ഉൾപ്പെടെയുള്ളത് സ്വർണ്ണമല്ലാത്ത ആഭരണങ്ങളാണ് എന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. പക്ഷെ അവരുടെ കയ്യിലുണ്ടായിരുന്ന വളകൾ സ്വർണ്ണമാണ്, അത് ഊരാൻ സാധിക്കില്ല എന്നവർ പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ സുഭദ്ര കൊല്ലപ്പെട്ട ശേഷം മൃതദേഹത്തിൽ ആ ആഭരണങ്ങൾ ഇല്ല എന്ന്, കയ്യിലുണ്ടായിരുന്ന സ്വർണ്ണവളകൾ ഉൾപ്പെടെ ഇല്ല എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഈ ആഭരണങ്ങളിൽ ഒന്നാണ് ആലപ്പുഴയിൽ വിൽക്കുകയും ഒന്ന് ഉടുപ്പിയിൽ നിന്ന് പോലീസ് കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായും ഈ സ്വർണം എടുക്കാനുള്ള ശ്രമമാണോ ഈ കൊലപാതകത്തിലേക്ക് എത്തിച്ചത്, അതോ ഇവർ തമ്മിൽ നേരത്തെ ഉണ്ടായിരുന്നതായി പറയുന്ന സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ടുള്ള തർക്കമാണോ? പ്രത്യേകിച്ച് സുഭദ്ര എറണാകുളത്ത് തന്നെ പല കടകളിലും പണം പലിശയ്ക്ക് കൊടുത്തിരുന്ന ആളാണ്. വൈകുന്നേരം സമയങ്ങളിൽ അവിടെ നിന്ന് ദിവസവും പലിശ വാങ്ങിയിരുന്ന ആളാണ്. അത്തരത്തിലുള്ള ഒരു സാമ്പത്തിക ഇടപാട് ശർമിളയുമായി ഉണ്ടായിരുന്നതായി പോലീസ് ഇപ്പോൾ സംശയിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന ഈ ഭാഗത്ത് നിന്ന് എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷന്റെ 6-ാം പ്ലാറ്റ്ഫോമിലേക്ക് പോകുന്നതിന് നിസ്സാരമായ ദൂരം, ഏകദേശം 500 മീറ്റർ പോലും ഇല്ല. ഇവിടെ നിന്ന് ട്രെയിൻ മാർഗത്തിലാണ് സുഭദ്രയെ കൊണ്ടുപോയത് എന്നുള്ളൊരു സംശയത്തിൽ പോലീസ് അന്വേഷണം നടത്തിയിരുന്നു. അങ്ങനെയെങ്കിൽ ഇവിടെ നിന്ന് സാധാരണ പുറപ്പെടുന്നത് പാസഞ്ചർ തീവണ്ടികളാണ്. ആ പാസഞ്ചർ തീവണ്ടികളിൽ ആലപ്പുഴയിൽ കലവൂർ സ്റ്റേഷനിൽ ഇറങ്ങിയ ശേഷമായിരിക്കാം സുഭദ്രയെ ഇവർ താമസിച്ച വീട്ടിലേക്ക് കൊണ്ടുപോയതെന്ന് പോലീസ് സംശയിക്കുന്നുണ്ടായിരുന്നു. ആ രീതിയിലും പോലീസ് അന്വേഷണം നടത്തിയിരുന്നു. പക്ഷേ കലവൂർ സ്റ്റേഷനിൽ CCTV ദൃശ്യങ്ങൾ ശേഖരിക്കാൻ തക്ക CCTVകൾ ഇല്ലാത്ത ചെറിയൊരു ഹാൾട്ട് സ്റ്റേഷൻ ആയതുകൊണ്ട് തന്നെ അവിടെ നിന്ന് പോലീസിന് ആ വിവരങ്ങൾ ലഭ്യമാകുകയും ചെയ്തിരുന്നില്ല. അവിടെ നിന്ന് കോർത്തശ്ശേരിയിലേക്ക് വലിയ ദൂരമില്ല. അങ്ങനെയാണ് അവരെ അവിടേക്ക് കൊണ്ടുപോയതെന്നൊരു സംശയമാണ് പോലീസിനുള്ളത്. ഏതായാലും വളരെ എളുപ്പത്തിൽ കൊണ്ടുപോകാവുന്ന രീതിയിലാണ് സുഭദ്രയുടെ വീടും റെയിൽവേ സ്റ്റേഷൻ തമ്മിലുള്ള അകലം. കലവൂരിൽ നിന്ന് കോർത്തശ്ശേരിയിൽ ഈ കൊലപാതകം നടന്നു എന്ന് പറയുന്ന സ്ഥലത്തേക്കും റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വലിയ ദൂരമില്ല. അങ്ങനെ സുഭദ്രയെ വളരെ പ്ലാൻ ചെയ്ത് ഇവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോവുകയും പിന്നീട് അവരുടെ ആഭരണങ്ങൾക്കോ സാമ്പത്തിക ഇടപാടുകൾ പുറത്തു വരാതിരിക്കാനോ ഉള്ള തർക്കത്തിൽ കൊലപാതകം നടത്തിയെന്ന പ്രാഥമിക നിഗമനത്തിൽ തന്നെയാണ് പോലീസ് അന്വേഷണം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഏതായാലും പ്രതികളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ശക്തമായി തന്നെ പോകുന്നു എന്നുള്ളതാണ് പ്രത്യേക പോലീസ് സംഘം പറയുന്നത്. നേരത്തെ ഈ കേസിന്റെ പ്രാഥമിക അന്വേഷണം നടത്തിയ കടവന്ത്ര പോലീസും വ്യക്തമാക്കുന്നത് ഈ വീട്ടിൽ നിന്ന് സുഭദ്രയെ വിളിച്ചുകൊണ്ട് പോകുമ്പോൾ പ്രതികളുടെ 2 പേരുടെയും സാന്നിധ്യം എറണാകുളത്ത് ഉണ്ടായിരുന്നു. അവർ ചേർന്നാണ് സുഭദ്രയെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുപോവുകയും അവിടെ നിന്ന് ട്രെയിൻ മാർഗം ആലപ്പുഴയിൽ കലവൂർ സ്റ്റേഷൻ. കഴിഞ്ഞ മാസം 4-ാം തീയതി കാണാതായ കടവന്ത്രയിൽ താമസിച്ചിരുന്ന സുഭദ്ര എന്ന വയോധിക, അവരുടെ മൃതദേഹമാണ് ഇപ്പോൾ ആലപ്പുഴയിൽ കണ്ടെത്തിയിട്ടുള്ളത് എന്നത് മക്കൾ സ്ഥിരീകരിക്കുന്നു. എന്നാൽ ശാസ്ത്രീയ പരിശോധനയുടെ ആവശ്യമുണ്ട്. അത്തരം കാര്യങ്ങൾ പോലീസ് നടത്തുന്നു. ഒപ്പം തന്നെ അന്വേഷണം ഊർജിതമായി പുരോഗമിക്കുകയാണ്. ഇതിൽ നിതിൻ മാത്യൂസ്, ശർമിള എന്നീ 2 പേരെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. അവർക്കൊപ്പം 4-ാം തീയതി സുഭദ്ര പോകുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. നിർണായകമായ ദൃശ്യങ്ങളാണ് 24 അല്പസമയം മുൻപ് പുറത്തുവിട്ടത്. ഏതായാലും അന്വേഷണം ഊർജിതമായി നടക്കുന്നു. സ്വത്തിനും ആഭരണത്തിനും വേണ്ടിയുള്ള കൊലപാതകം എന്ന പ്രാഥമിക നിഗമനത്തിലാണ് പോലീസിന്റെ അന്വേഷണം. ഇവർ ധരിച്ചിരുന്ന ആഭരണങ്ങൾ നിലവിൽ ശരീരത്തിൽ ഇല്ല. നിതിന്റെ അക്കൗണ്ടിലേക്ക് പണം എത്തിയിട്ടുണ്ട്. സ്വർണം എവിടെയാണ് വിറ്റത് എന്നതിലൊക്കെ പോലീസിന് വ്യക്തത വരികയും ചെയ്തിട്ടുണ്ട്.